നിങ്ങൾ ഗർഭിണിയാണോ? ഗർഭമാകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അനിത തോമസ്, സീനിയർ കൺസൾട്ടന്റ് ഇൻ ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, ലൈഫ് ലൈൻ ക്ലിനിക് കോന്നിയിലും ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അടൂരും വർക്ക് ചെയ്യുന്നു. മാസമുറ തെറ്റി ഗർഭിണിയാണോ എന്ന് സംശയം തോന്നിയാൽ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 2 ലൈൻ സ്ട്രോങ് ആയി വന്നാൽ ഗർഭിണിയാണ് എന്നർത്ഥം. ഉടൻ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം എന്നാണ് നമ്മൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഫോളിക് ആസിഡ് ആദ്യം തൊട്ട് തന്നെ കഴിക്കേണ്ട ആവശ്യമുണ്ട്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങേണ്ടതാണ്. ഡോക്ടറുടെ അടുത്ത് എത്തിയാലുടൻ ഡോക്ടർക്ക് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഗർഭം ഗർഭപാത്രത്തിൽ തന്നെയാണോ എന്നുള്ളതാണ്. കാരണം ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടാവാം, അതിനെ എക്ടോപിക് എന്ന് പറയുന്നു. അത് 2 തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റ് HCG നോക്കി അത് 2 ദിവസത്തിനകം ഇരട്ടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സ്കാൻ ചെയ്തിട്ട് യൂട്രസിനകത്ത് തന്നെയാണോ പ്രഗ്നൻസി എന്ന് ഉറപ്പിക്കാം. സാധാരണ ഡേറ്റിംഗ് സ്കാൻ, ആദ്യത്തെ സ്കാൻ, അത് 7 തൊട്ട് 9 ആഴ്ചക്കകത്താണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് NT സ്കാൻ ആണ്. അതിനോടൊപ്പം ഡബിൾ മാർക്കർ എന്നുള്ള ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്യേണ്ടതുണ്ട്. ഡൗൺ സിൻഡ്രോം പോലെ വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ജനിതക രോഗം കണ്ടുപിടിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് 12 തൊട്ട് 14 ആഴ്ചക്കകത്താണ്. ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യമുണ്ടോ എന്നറിയുന്നത് 5-ാം മാസത്തിലെ 18 തൊട്ട് 20 ആഴ്ചയിൽ ചെയ്യുന്ന അനോമലി സ്കാൻ, ടിഫ സ്കാനിലൂടെയാണ്. ഇത് കൂടാതെ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടവും നമുക്ക് ഈ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. 22 തൊട്ട് 24 ആഴ്ച വരെ ഫീറ്റൽ എക്കോ എന്നൊരു ടെസ്റ്റ് കൂടിയുണ്ട്. ഇത് എല്ലാ ഗർഭിണികൾക്കും ആവശ്യമില്ല. അമ്മമാർ ഡയബറ്റിക് ആണെങ്കിൽ, ഹൃദ്രോഗം ഉണ്ടെങ്കിൽ, അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, SLE ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഫീറ്റൽ എക്കോ ചെയ്യാൻ ഡോക്ടർ ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ വളർച്ച നോർമലായി പോകുന്നുണ്ടോ, അതിനാണ് നമ്മൾ ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത്. 28 ആഴ്ച, 32 ആഴ്ച, 36 തൊട്ട് 37 ആഴ്ച, ഈ സമയങ്ങളിലാണ് നാം ഈ ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത്. ഗ്രോത്ത് സ്കാനിലൂടെ നാം ഉന്നമിടുന്നത് കുഞ്ഞിന്റെ വെയിറ്റ്, കുഞ്ഞിന്റെ വളർച്ച, ചുറ്റുമുള്ള വെള്ളത്തിന്റെ അളവ്, പ്ലാസന്റയുടെ പൊസിഷൻ, കുഞ്ഞിന്റെ പൊസിഷൻ, ഇവയൊക്കെ കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം ഈ സ്കാനിലൂടെ നമുക്ക് ലഭിക്കും. എല്ലാ മാസത്തിലും, ആദ്യത്തെ 7 മാസം വരെ എല്ലാ മാസത്തിലും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അത് കഴിഞ്ഞാൽ 7 തൊട്ട് 9 മാസം വരെ 2 ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടറെ കാണേണ്ടതാണ്. അത് കഴിഞ്ഞ് 9 മാസം, അതായത് 36 ആഴ്ച മുതൽ എല്ലാ ആഴ്ചയും പ്രസവം വരെ ഡോക്ടറെ കാണേണ്ടതാണ്. ഇതെല്ലാം ലോ റിസ്ക്, അതായത് അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിക്കുള്ളതാണ്. അതേസമയം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, അതായത് അമ്മയുടെ പ്രായം, ഷുഗർ, പ്രഷർ, കുട്ടിക്ക് വളർച്ചക്കുറവ്, ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നതനുസരിച്ച് കൂടുതൽ പ്രാവശ്യം ഡോക്ടറെ കാണേണ്ടതാണ്. എല്ലാ ഹൈ റിസ്ക് കേസുകൾക്കും അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാവിധ എക്സ്പേർട്ട് കെയറും ഇവിടെ ലഭ്യമാണ്.